എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ പല്ലിയുടെ കാര്യം പറഞ്ഞല്ലോ. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്ന് ഉദ്ദേശിച്ചാണ് തുടങ്ങിയത്. ആക്സിഡൻ്റലായിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കിയത് ഈ വീഡിയോസിൻ്റെ കൂടെ അപ്ലോഡായി പോയതാണ്. അപ്പം പല്ലിയുടെ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ എന്താ നമ്മുടെ ഓണത്തിന് വാങ്ങിച്ച ശർക്കര വരട്ടി ഇതിനകത്ത് കവറോടെ ഇട്ട് വച്ചിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ശർക്കര വരട്ടി തീർന്ന ഇത് തുറന്ന് മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അതിനകത്തൊരു പല്ലി കിടക്കുന്ന കണ്ടു. അപ്പം അതിന് ഇറങ്ങാൻ പറ്റുന്നില്ല, അതവിടെ കിടക്കുന്നു. അപ്പം എൻ്റെ ഭർത്താവ് ഒരു പേപ്പർ വെച്ച് അതിനെ കവർ ചെയ്ത് അതിനെ മുറ്റത്ത് കൊണ്ട് വിട്ടു. അപ്പം നമുക്ക് ഇച്ചിരി വലിയ മുറ്റമാണ്. അപ്പം ഈ മുറ്റത്ത് ഒരു 10 അടിയിൽ കൂടുതൽ പോയാലാണ് കോമ്പൗണ്ട് വാളിൻ്റെ അടുത്താണ് അതിനെ കൊണ്ട് വിട്ടത്. അപ്പം അതിന് തിരിച്ച് ഓടി കയറി വരാൻ പറ്റുകയില്ല. കാരണം ഓപ്പൺ സ്പേസിൽ കൂടെയും ചരലിൽ കൂടെയൊക്കെ അത് ഓടി വരണം. അങ്ങനെ ചരലിൽ കൂടെ ഓടി വന്നാൽ അതിനെ പല ജന്തുക്കൾ പിടിക്കും. ഓപ്പൺ ആയിട്ട് അത് ഇരിക്കുകയില്ല, അത് ഹിഡൻ ആയിട്ട് ചെടികളുടെ ഇടയിൽ ഇരിക്കുകയുള്ളൂ. പിന്നെ അതെന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ കൊല്ലാനോ വിഷം വെക്കാനോ ഒറ്റുന്ന സാധനത്തിൽ വെക്കാനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇതൊരു നല്ല മാർഗമാണല്ലോ എന്ന് വെച്ച് അടുത്ത 5 ദിവസം തുടരെയായിട്ട് ഞാൻ വരുമ്പോൾ പല്ലി ഓടി മറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. മിക്സിയൊക്കെ ഇരിക്കുന്നതിൻ്റെ പുറകിലുള്ള വോള്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കാപ്പി എടുക്കാനായിട്ട് അവിടെയാണ് മൈക്രോവേവ്. വരുമ്പോൾ പല്ലി അവിടെ നിന്ന് ഓടിപ്പോകുന്ന കാണാം. അപ്പം ആ സ്ഥലങ്ങളിലൊക്കെയാണ് വെച്ചത്. അങ്ങനെ 5 ദിവസം പല്ലികൾ വന്നു. പല്ലി ഇതിനകത്ത് വീണു. ഇതല്ല, ഇതുപോലെ വേറെണ്ണവും കൂടെ ഉണ്ട്. 3 എണ്ണമാണ് എനിക്ക് കിട്ടിയത്. ഭർത്താവ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ 5 ദിവസം കിട്ടി. 6ാമത്തെ ദിവസം ഞാൻ അത് താമസിക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. ഫ്രിഡ്ജിൻ്റെ കീഴിൽ പല്ലിയുണ്ട്. അതൊരു വലിയ പല്ലിയാണ്. അതിനെ പിടിക്കാമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവച്ചു. അതിന് അന്ന് ഉറുമ്പ് മാത്രമേ കയറിയുള്ളൂ. പല്ലി വീഴുന്ന ദിവസം ഉറുമ്പ് കയറുകയില്ല. അപ്പം ഇന്നലെ 7ാമത്തെ ദിവസം 0, 7ാമത്തെ ദിവസം വീണ്ടും പല്ലി വീണു. അത് ഇതേപോലത്തെ കണ്ടെയ്നറിൽ തന്നെയാണ്. ഞാൻ വേറെ കണ്ടെയ്നറുകൾ പലയിടത്ത് വെച്ച് നോക്കി. ഇത് വെച്ച് നോക്കി, ഇതിലൊന്നും വീണില്ല. ഇത് നല്ല ഡീപ്പാണ്, വീണാൽ ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അത് പുറത്തുനിന്ന് കയറാനും പ്രയാസമാണ്. അതുകൊണ്ടായിരിക്കാം. അതിന് ഈ ഹാൻഡിലേക്ക് കയറിയൊക്കെ കയറാമെന്ന് അറിഞ്ഞുകൂടാ. ഞാനിത് മതിലേൽ മുട്ടിച്ച് കോർണറിലൊക്കെ കൊണ്ട് വെച്ച് നോക്കി, എങ്ങനെയാണെങ്കിൽ മതിലേൽ നിന്ന് ചാടാം. പക്ഷെ അത് കയറിയില്ല. പിന്നെ വേറൊരു ജഗ് സ്ലോപ്പിംഗ് ബേസ് ഉള്ള എണ്ണം വെച്ചു. അതിൽ കയറിയിട്ട് ഇറങ്ങിയോ എന്ന് അറിഞ്ഞൂടാ. സ്ലോപ്പിംഗ് ബേസാണ്, ചിലപ്പോൾ ഇറങ്ങും. ഇത് വെച്ചു, ഇതിലും കയറിയില്ല. ഈ ഒരൊറ്റ കണ്ടെയ്നറിലേ അത് കയറിയുള്ളൂ. അതിൻ്റെ കാരണം ഇതിൻ്റെ ട്രാൻസ്പെറൻസി, ഇതിൻ്റെ അടിയിൽ വളരെ ചെറിയ ഇത് വളരെ നാരോ ആണ്. കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ അതിന് മനൂവർ ചെയ്യാനൊന്നും സ്പേസ് ഇല്ല. അത് കിടക്കുന്ന കിടപ്പിൽ കിടക്കുകയുള്ളൂ. അതിൻ്റെ വാലൊക്കെ വെച്ചിട്ട് അതിന് വല്ലതും പുഷപ്പ് ചെയ്യാമെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിന് ചാടാനൊക്കുന്നതിലധികം ഡെപ്ത് ഉണ്ട്. ഇതിനകത്തൂടെ മണമൊക്കെ പുറത്ത് വരും. ഇതൊക്കെ കാരണമായിരിക്കാം ഇത് വളരെ സക്സസ്ഫുൾ ആയത്. അങ്ങനെ 6 പല്ലികൾ 7 ദിവസത്തിൻ്റെ ഇടയിൽ പുറത്ത് കിടന്നു. അപ്പോൾ പുറത്തുനിന്ന് അതിന് വരാനും പറ്റിയില്ല. അപ്പം അതിൻ്റെ കോസ് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ പാത്രം മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. ഇതുപോലത്തെ ഇഷ്ടംപോലെ പാത്രങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടയിൽ പോയാൽ. അതിൻ്റെ അകത്തിടുന്ന സാധനം ഇച്ചിരി മണമൊക്കെ ഉള്ള സ്റ്റിക്കി ഷുഗറൊക്കെ ഉള്ളതായിരിക്കണം. അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഈ പല്ലി ഓടുന്ന പാത്ത്, നമ്മൾ രാവിലെ വരുമ്പോൾ അത് ഓടിപ്പോകുന്ന കാണുന്ന ആ പാത്തിൽ എവിടെയെങ്കിലും വെച്ചാൽ, അത് എവിടുന്നാണ് ഓടുന്നത് ആ ടാർഗറ്റ് ചെയ്ത് വെച്ചാൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ വെച്ച സ്ഥലം ഞാൻ പറയാം. ആദ്യം വെച്ചത് പല്ലി എപ്പോഴും ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ ജനലിൻ്റെ സില്ലയിലൊക്കെ പല്ലിയുടെ ഡ്രോപ്പിങ്സ് കാണും, കറുത്ത. അപ്പോൾ അതിലേക്കൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് മേശപ്പുറത്ത് സഞ്ചരിക്കുന്നു എന്ന് കണ്ടു. മേശപ്പുറത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് അത് തടയാനായിട്ടാണ് ഇത് ഡെറ്റോള് കലക്കിയതാണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പല്ലി വരത്തില്ല. പല്ലിക്ക് ആ മണം ഇഷ്ടമല്ല. പക്ഷെ രാവിലെ ആകാറാകുമ്പോഴത്തേക്ക് ആ മണമൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അടിക്കണം. ഈ ഡെറ്റോൾ അടിച്ചാൽ പല്ലി പിന്നെ അവിടുന്ന് ഓടിക്കളയും. ഞാൻ പഞ്ഞിയിൽ ഡെറ്റോൾ മുക്കി എൻ്റെ സ്റ്റോർ റൂമിൻ്റെ കോർണേഴ്സിലൊക്കെ വെക്കും. സ്റ്റോർ റൂമിൽ കയറി ഒളിച്ചിരിക്കാതിരിക്കാൻ. സ്റ്റോർ റൂമിലെ സാധനങ്ങളുടെ ഇടയിലൊക്കെ പഞ്ഞിയിൽ ഡെറ്റോൾ മുക്കി ഇട്ട് വെച്ചേക്കും. ഈ കൊതുക് അത് ചെയ്യാതിരിക്കാൻ, പല്ലി അവിടെ കയറി ഒളിക്കാതിരിക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ കണ്ടത് ഇതിൻ്റെ പുറകിലിരിക്കും എന്ന് കണ്ടിട്ട് ഇതിൻ്റെ പുറകിൽ വെച്ചിരുന്നതിൽ വീണു. എൻ്റെ മിക്സിയുടെ അടുത്ത് പല്ലികൾ ഓടുന്നെന്ന് കണ്ട് അവിടെ വെച്ചപ്പോൾ അവിടെ നിന്ന് 2 എണ്ണം വീണു.
അപ്പോൾ അങ്ങനെ 1, 2, 3, 4 അങ്ങനെ വീണു. പിന്നെ ഡിഷ് വാഷറുടെ അടുത്തുനിന്ന് 1 വീണു. അങ്ങനെ 5 വീണു. ഇന്നലെ വീണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മിനിഞ്ഞാന്ന് വീണില്ല. ഇന്നലെ വീണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മേശ കയറുന്നത് കസേരയിൽ കൂടെയാണെന്ന് മനസ്സിലാക്കിയുകൊണ്ട് ഒരു കസേര അകത്തിയിട്ടിട്ട് ആ കസേരയിൽ വെച്ചിരുന്നപ്പോൾ അതിലും വീണു. അപ്പോൾ ഇത് മേശയിൽ കയറും, ഹാബിച്വലായിട്ട് വന്ന് മേശ കയറും. മേശയിൽ ഫുഡിൻ്റെ മണം എന്തായാലും കാണും. അപ്പോൾ ഈ പല്ലി മേശ കയറാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ചെയർസ് എല്ലാം ടേബിളിനോട് പ്രസ് ചെയ്ത് വെക്കുക. ചെയർസ് എല്ലാം പുഷ് ബാക്ക് ഇൻ ടു പൊസിഷൻ. അങ്ങനെ അടുക്കി ചെയർസ് വെച്ച് കഴിഞ്ഞാൽ പല്ലി കയറാൻ പറ്റുകയില്ല. പല്ലി ഇതിൻ്റെ കാലേ കൂടെ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ടു ഹൈ ആണെന്ന് തോന്നുന്നു. ഇതുപോലെ ടു ഹൈ ആണെന്ന് തോന്നുന്നു. മേശ വോളെ കയറുന്നത്, ഞങ്ങളുടെ വോൾ അത്ര സ്മൂത്ത് അല്ല, പഴയ വീടുമാണ്, റഫ് വോളാണ്. വളരെ സ്മൂത്ത് ആൻഡ് ഗ്ലോസി ഉള്ള സർഫസിൽ അതിൻ്റെ കാലയിലെ വാക്വം അത്രയും നല്ലതായിട്ട് വർക്ക് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് കസേരയിൽ വെച്ചിരുന്നു. ഡൈനിങ് ചെയർ ഇച്ചിരി വലിച്ചു വെച്ചിട്ട് ആ കസേരയിലിട്ട് ഈ കസേരയിലോട്ട് ഇത് വെച്ചിരുന്നു. ഇതിൽ തന്നെ പല്ലി വീഴുകയും ചെയ്തു. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റില്ലാതെ പല്ലി വീഴുകയും ചെയ്തു. അതിനെ ഇന്ന് കൊണ്ടുപോയി മുറ്റത്ത് കളഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റീൽ കണ്ടെയ്നർ വേണം, നാരോ ആയിരിക്കണം, ട്രാൻസ്ലൂസൻ്റ് ഓർ ട്രാൻസ്പെയറൻ്റ് ആയിരിക്കണം. അതിനകത്ത് നമ്മൾ അധികം ഹൈറ്റ് പാടില്ല. ഇതിപ്പം എൻ്റെ ഒരു കൈ പൊക്കം പോലും ഇല്ല, പാടില്ല. അതിനകത്തിരുന്ന് ഫുഡ് പല്ലിയെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കണം. മണം കാണണം, പല്ലിക്ക് മണക്കാൻ പറ്റും. അതിൻ്റെ യൂഷ്വലി നമ്മൾ കാണുന്ന, ഓടി നടക്കുന്നത് കാണുന്ന സ്ഥലത്ത്, അത് ഫുഡ് അന്വേഷിച്ച് വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഒന്ന് ടേബിളിൻ്റെ അടി വച്ചിട്ട് കയറിയില്ല കേട്ടോ. പിന്നെ ഒന്ന് എൻ്റെ മിക്സിയുടെ പരിസരത്ത് പലർക്കും ഇത് വെച്ചിട്ട്, കണ്ടെയ്നർ വെച്ചിട്ട് പല്ലി വീണില്ല, ഉറുമ്പ് എവിടെയും കയറിപ്പറ്റും, ഉറുമ്പ് കയറി എന്നൊക്കെ പറയുന്നതിന് കാരണം, പല്ലി വരാതിരിക്കാൻ നമ്മൾ വേറെ ചെയ്യുന്നത് ഡെറ്റോൾ സ്പ്രേ ചെയ്യാണ്. ഡെറ്റോൾ വെള്ളത്തിൽ കലക്കി സ്പ്രേ ബോട്ടിലിട്ട് സ്പ്രേ ചെയ്യും. ആ മണമുള്ളിടത്തോളം അത് വരികയില്ല. ഞാൻ സ്റ്റോറിൻ്റെ കോർണറിലൊക്കെ പഞ്ഞിയിൽ ഡെറ്റോൾ മുക്കി, കോൺസെൻട്രേറ്റഡ് ഡെറ്റോൾ മുക്കി അതിൻ്റെ കോർണേഴ്സിലൊക്കെ വെക്കും. അപ്പോൾ അവിടെ പല്ലി വന്ന് ഒളിച്ചിരിക്കുകയില്ല. അപ്പോൾ ഇതാണ് പല്ലിയുടെ വിശേഷം. എല്ലാ ദിവസവും ഓരോന്നിനെ കിട്ടുന്നുണ്ട്. കിട്ടിയതിൻ്റെയൊക്കെ പടം ഇതിൻ്റെ കൂടെയൊക്കെ ഇടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് കിട്ടിയതിൻ്റെയും ഇടാം. അപ്പോൾ നന്ദി. നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഇതുപോലെയൊക്കെയുള്ള കണ്ടെയ്നേഴ്സ്. ഇത് റിലയൻസ് നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭർത്താവ് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇത് കണ്ടിട്ട് കളർ എന്തോ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്നാൽ. അപ്പോൾ നന്ദി, നമസ്കാരം.